ആദ്യം ചെയ്തത് എന്താ? ഞാൻ പോലീസുകാരോട് പറഞ്ഞതാണ്, ഞാൻ ക്ലിയർ ചെയ്യാം, സമാധാനപരമായി ക്ലിയർ ചെയ്യാം. എന്നെ തല്ലിക്കൊണ്ടല്ലേ ഇവർ തുടങ്ങിയത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ആദ്യഘട്ടത്തിൽ തല്ലുക എന്ന് പറഞ്ഞാൽ സമരത്തെ പ്രകോപിപ്പിക്കാൻ ആരോ തീരുമാനിച്ചത്? അങ്ങനെ അങ്ങ് തല്ലിയാൽ ഞങ്ങൾ പിന്മാറുമെന്നാണോ വിചാരിക്കുന്നത്? രണ്ടാമത് എന്താ ചെയ്തത്? ഞങ്ങളുടെ വനിതാ പ്രവർത്തകയുടെ തുണി വലിച്ചു കയറി പുരുഷ പോലീസ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകയുടെ തുണിയുമേ തൊട്ടിട്ട് ഒരുത്തനും അങ്ങനെ നക്ഷത്ര ചിഹ്നം വെച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പ്രതിരോധിക്കും. ആ പ്രതിരോധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ അജണ്ട പറഞ്ഞതാ, ഞങ്ങളൊന്നിനുമില്ല, ഇങ്ങോട്ട് വന്ന വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ തെളിവ് തന്നെ ഇവിടെ നടന്നത്. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ഒരു ഷിഫ്റ്റ് ആണോ ഇനി മുതൽ നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം? ഇന്നലെ കൊല്ലത്ത് നമ്മൾ അത് കണ്ടതാണ്, സാധാരണഗതിയിൽ നിന്നൊരു തിരിച്ചടിക്കുന്ന യൂത്ത് കോൺഗ്രസിനെ. ഇപ്പോഴും ആ നിലയിലാണോ ഇനി അടുത്ത സമരങ്ങൾ പ്രകോപനപരമായ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? ഞങ്ങൾ പ്രകോപനത്തിനില്ല. പക്ഷേ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. തെരുവിൽ കിടന്ന് പോലീസിന്റെ ആയാലും ജീവൻ രക്ഷാസേനയുടെ ആയാലും തല്ലുകൊള്ളാൻ ഞങ്ങളില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം, അതിനെ നിങ്ങൾക്ക് പ്രതിരോധമെന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പൊളിറ്റിക്കലി ഓഡിറ്റ് ചെയ്യാം. ഞങ്ങളുടെ പ്രവർത്തകർ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളാനില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെ ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ഇടനാഴിയിലിട്ട് DC കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചല്ലോ. ഞങ്ങളുടെ പ്രവർത്തകരെ വിട്ടുകൊടുത്തിട്ട് പറഞ്ഞോ? അന്നേരമല്ലേ പ്രതിപക്ഷ നേതാവ് വന്നത്? ഞാനടക്കമുള്ള ആളുകൾ പോയിട്ട് അവരെ പിടിച്ചിറക്കിയില്ലേ? ഇത് ഞങ്ങളുടെ ശൈലിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ വിട്ടുകൊടുത്തിട്ട് ഞങ്ങളില്ല. സമരങ്ങൾ കൊല്ലത്ത് കിട്ടുമെന്ന ബാക്കി ഇന്ന് 2 ദിവസം കൂടി നടക്കുന്ന നവകേരള യാത്രയിൽ ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. സുഹൈൽ, ഇവിടെ തിരുവനന്തപുരം DCC ഓഫീസിന് മുൻപിലേക്കും പോലീസിന്റെ വാഹനം എത്തിയിരിക്കുകയാണ്. പോലീസ് വാഹനത്തിന് നേരെ പ്രവർത്തകർ പ്രകോപനവുമായി പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ആ നിലയിൽ കഴിഞ്ഞ മണിക്കൂറുകളായി തുടരുന്ന സംഘർഷം DCC ഓഫീസിൽ എത്തിയിട്ടും തലസ്ഥാനം ഒരു യുദ്ധക്കളം എന്ന നിലയിൽ തന്നെ DC ഓഫീസിന് മുമ്പിൽ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ പ്രവർത്തകർ പോലീസിനെ പിടിച്ചെടുക്കുന്ന തല്ലി തകർത്ത് സെക്രട്ടറിയിൽ നിന്ന് പിന്മാറി DCC ഓഫീസിലെത്തിയ പ്രവർത്തകർ അതുവഴി പോയ പോലീസ് വാഹനത്തെ തടഞ്ഞ് വാഹനത്തിന് ചില്ലകൾ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക്. അന്നസലി മലിക്, തുടർന്നോളൂ. സംഘർഷമാനമായ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ